ദൈവം നമ്മളെ ഇവിടെ ആക്കിയിരിക്കുന്നത് എക്സ്ട്രാ ഗ്രേസ് തന്നുകൊണ്ടാണ്. വി ആർ നോട്ട് EGR പീപ്പിൾ, വി ഹാവ് എക്സ്ട്രാ ഗ്രേസ്. എന്തിനാണെന്നറിയാമോ? EGR ആയിട്ടുള്ള ഒത്തിരി പേരെ നമ്മൾ വഴി വെച്ച് കാണും. അവർക്കൊക്കെ എന്തോ കൊടുത്തോണ്ടിരിക്കണം, ഗ്രേസ് കൊടുത്തോണ്ടിരിക്കണം. കാര്യം കർത്താവ് നമുക്ക് എന്തോ തന്നിട്ടുണ്ട്, എക്സ്ട്രാ ഗ്രേസ് തന്നിട്ടുണ്ട്. ആ എക്സ്ട്രാ ഗ്രേസ് അതില്ലാത്തവന് കൊടുത്തോണ്ടിരിക്കണം. ഒരു പ്രശ്നം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഗ്രേസ് ഇല്ല എന്നറിയാനുള്ള ഗ്രേസ് പോലും ഇവനില്ല. എനിക്ക് കൃപ ഇല്ലെന്നറിയാനുള്ള കൃപ പോലും അവന് ഇല്ല. അതുകൊണ്ട് എനിക്ക് അല്പം ഗ്രേസ് തരണമെന്ന് പറയാൻ അവൻ അറിയത്തില്ല. അവൻ പറയുന്നത് വേറെ ഭാഷയൊക്കെ ആയിരിക്കും. ഞാൻ ഒരിക്കല് സാഗറിൽ നിന്ന് ദമോ എന്ന് പറയുന്നത് മധ്യപ്രദേശിലാണ്. സാഗറിൽ ദമോയിലേക്ക് വണ്ടി ഓടിച്ചു പോയ രാത്രിയിലാണ്. സാഗറിൽ ഒരു ബാപ്റ്റിസം ഉണ്ടായിരുന്നു. ബാപ്റ്റിസം കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് ബാപ്റ്റിസം കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോയതാണ്. തിരിച്ച് വണ്ടി ഓടിച്ചു പോകുന്ന കൂട്ടത്തിൽ ട്രക്കെല്ലാം ബന്ധായി കിടക്കുക. അപ്പൊ ഞാൻ ചിന്തിച്ച് എന്താ പറ്റിയ പ്രശ്നം എന്താ. ഞാൻ വണ്ടി ഒരു സൈഡിൽ ഒതുക്കി കഴിഞ്ഞിട്ട് നോക്കിയപ്പോഴത്തേക്ക് വഴി ബ്ലോക്കാണ്. കുറെ നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് മനസ്സിലാകുന്നത് ഒരു ടാറ്റ 407 എവിടെയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും അത് ഇടിച്ചത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഈ ട്രെയിലേഴ്സ് ഉണ്ടല്ലോ. അപ്പൊ ഈ ട്രെയിലേഴ്സിന്റെ ഈ ട്രക്കിന്റെ പുറകിൽ വലിയ ലോഡൊക്കെ വെച്ചുകൊണ്ടുവരും. അത് ഭയങ്കര സ്ട്രോങ് ആണ്. അവത്തേലെങ്ങാനും ചെന്ന് ഇടിച്ചതായിരിക്കും. കാര്യം അവിടെ ഇവന്റെ വണ്ടി ഇടിച്ച വേറെ വണ്ടിയൊന്നും കിടപ്പില്ല. ട്രെയിലറിനൊന്നും പറ്റാനൊന്നുമില്ല. ആ ട്രെയിലറിൽ ഇടിച്ചിട്ട് ഈ ഡ്രൈവർ ജാം ആയിരിക്കുകയാണ്. അയാൾക്ക് പുറത്തു വരാൻ പറ്റത്തില്ല. കാലൊടിഞ്ഞു പോയി. അയാൾ സ്റ്റിയറിംഗ് സീറ്റിന്റെ അവിടെ ജാം ആയിട്ടിരിക്കുകയാണ്. വലിച്ചു പൊളിക്കാനൊക്കെ നോക്കിയിട്ടൊന്നും പറ്റുന്നില്ല. ഒരു സിക്കുകാരനൊരു ഡ്രൈവർ മാത്രം ഞങ്ങളെ സഹായിക്കാനായിട്ട് വന്നു. ഞാനും ഞങ്ങളുടെ ഒരു മിഷണറിയും കൂടെ ഇവനെ രക്ഷപ്പെടുത്താനായിട്ട് നോക്കുക. രക്ഷപ്പെടുത്താന്ന് പറഞ്ഞാൽ ഇതിനകത്തൊന്ന് എടുത്തു മാറ്റി ഒരിടത്ത് കിടത്തണമല്ലോ. എന്നിട്ട് അവൻ സിക്കുകാരൻ ജാക്കിയൊക്കെ അവന്റെ വണ്ടിയിൽ നിന്ന് ജാക്കി എടുത്തോണ്ട് വന്ന് ജാക്കി വെച്ചാണ് ഇത് അകറ്റുകയൊക്കെ ചെയ്തത്. ഈ ബാക്കിയുള്ള ആളുകളൊന്നും അനങ്ങുന്നില്ല. അവര് ട്രക്കും വിട്ടോണ്ടിരിക്കുകയാണ്. എവിടെയാ എന്നുള്ളതല്ലാതെ എന്തോ സംഭവിച്ചെന്ന് പോലും അവന്മാര് നോക്കുന്നില്ല. പാതിരാത്രിയാ, ഒരു 2 മണിയെങ്കിലും ഒരു 1:30-2 മണിയായി കാണും. അപ്പോഴത്തേക്ക് ഇവൻ ഒത്തിരി വർത്തമാനമൊക്കെ പറയുന്നുണ്ട്. നോക്കിയപ്പോഴത്തേക്ക് ഭയങ്കര കള്ളം, മദ്യപിച്ച ഒരു പരുവമായിരിക്കുകയാണ്. എന്ന് തന്നെയല്ല, ഇവൻ പറയുന്നത് ബുന്ദേൽഖണ്ഡിയിലാണ്, അവരുടെ ലാംഗ്വേജിലാണ്. അപ്പൊ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള മിഷണറിക്ക് ബുന്ദേൽഖണ്ഡി അറിയാം. അപ്പൊ ഇവനെ രക്ഷപ്പെടുത്താനായിട്ട് ചെന്ന ഞങ്ങളെ ഇവൻ ചീത്ത വിളിക്കുകയാണ്. ചീത്ത വിളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ രക്ഷപ്പെട്ടത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭാഷ അറിയാൻ വയ്യ. അതുകൊണ്ട് പിന്നെ ഇവൻ എന്തോ പറയുന്നത് നമുക്കൊന്നും അറിയത്തില്ല. എന്തോ പറയുന്നെന്നുള്ളതേ ഉള്ളൂ. പക്ഷെ എന്റെ കൂടെയുള്ള പറഞ്ഞു, എന്റെ പൊന്നജായ, ഇവൻ പറയുന്നത് കേട്ടാ ഇവനെ രക്ഷിക്കാൻ തോന്നത്തില്ല. അതുപോലുള്ള കാര്യമാണ് ഇവൻ പറയുന്നത്. പിന്നെ മനസ്സിലാകുന്നത് ഇത് കള്ള് കടത്തുന്ന ഒരു വണ്ടിയാണ്. ഇതിന്റെ പുറകിലുള്ളതും കള്ള, ഇവനും കള്ള, എല്ലാം കള്ളിന്റെ ഒരു ഇതാണ്. പക്ഷെ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇവൻ ശരിക്കും പറഞ്ഞാൽ EGR ആണ്. എന്താണ്? ഹി നീഡ്സ് എക്സ്ട്രാ ഗ്രേസ്. പക്ഷെ എക്സ്ട്രാ ഗ്രേസ് വേണമെന്ന് അവൻ എന്ത് പറയാനുള്ളത് അവന് അറിയത്തില്ല. അവന്റെ ലാംഗ്വേജ് വേറെയാ. അപ്പൊ ഞാൻ മനസ്സിലാക്കണം, ഇവൻ ഇപ്പൊ ആവശ്യമുള്ളത് കരുണയാണ്. അതുകൊണ്ട് ഇവന് കരുണ കൊടുക്കാനായിട്ട് ഞാൻ പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കണം. എനിക്ക് അല്പം കൃപ തരണമെന്നൊന്നും പറയാനൊന്നും അവന് അറിയത്തില്ല. എന്റെ ഒരു ഫ്രണ്ട് എറണാകുളത്തുള്ള പാസ് മാത്യു പറയാറുണ്ട്, നമ്മൾ ഈ പട്ടി കുരയ്ക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി ചെയ്താലേ പറ്റുള്ളൂ. പട്ടി ചിലപ്പം കുരയ്ക്കുന്നത് വിശന്നിട്ടായിരിക്കും. അപ്പൊ പട്ടി കുരയ്ക്കുമ്പം നമ്മൾ ചോദിക്കും, ഇതെന്തിനാ കുരയ്ക്കുന്നത്? എന്നോട് അതിനെ വിശന്നിട്ടായിരിക്കും. എന്നാ പിന്നെ വിശക്കുന്നെന്ന് പറഞ്ഞാൽ പോരായെന്ന് പറയാൻ പറ്റുമോ? അതിനത് പറയാൻ അറിയത്തില്ല. അതിന് വിശക്കുന്നെങ്കിൽ അതിനാകെ അറിയാവുന്ന ഒരു കാര്യമുള്ളൂ, എന്താ? കുരയ്ക്കുമ്പം നമ്മൾ മനസ്സിലാക്കിക്കോണം, എന്താ? അതിന് വിശക്കുന്നുണ്ട്, അതിന് വല്ല ആഹാരം കൊടുക്കണം. അപ്പൊ നമ്മളിലുള്ള ആഹാരം എന്ത് ചെയ്യണം? അതിന് കൊടുക്കണം. ഇതേപോലെ തന്നെ നമ്മൾ ജീവിതത്തിൽ ബന്ധപ്പെടുന്ന, നമ്മൾ കണ്ടുമുട്ടുന്ന നല്ലൊരു ശതമാനം ആളുകളും EGR പീപ്പിളാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അവൻ ചിലപ്പോ കുരയ്ക്കുകയായിരിക്കും. നമ്മളെ നോക്കി കുരയ്ക്കുന്ന പലരും നിങ്ങളോടുള്ള ദേഷ്യം കൊണ്ടൊന്നുമല്ല, കൃപ വേണമെന്ന് പറയുക. പക്ഷെ അത് പറയാൻ അറിയാൻ വയ്യാത്തത് കൊണ്ട് നമ്മളെ എന്ത് ചെയ്യുക? നമ്മളെ ചീത്ത വിളിച്ചെന്നിരിക്കും, വഴക്കുണ്ടാക്കിയെന്നിരിക്കും, നമ്മളോട് വളരെ മോശമായിട്ട് ഇടപെട്ടെന്നിരിക്കും. ഇതൊക്കെ എന്താണ്? എനിക്ക് അല്പം കൃപതാന്ന് പറയുന്നതാണെന്ന് നമ്മൾ തിരിച്ചറിയണം. അത് തിരിച്ചറിയാനുള്ള കൃപ നമുക്കുണ്ടാകണം. പലരുടെ കയ്യിലും ഒത്തിരി കൃപയുണ്ടെങ്കിലും ഈ കൃപയില്ല. ഏതാ? ഇവൻ ഈ കുരയ്ക്കുന്നത് ആഹാരം ചോദിക്കുന്നതാണെന്ന് തിരിച്ചറിയാനുള്ള കൃപ നമുക്ക് ആവശ്യമാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇതാണ്, കൃപ എന്ന് പറയുന്നത് എന്താണ്? അത് ചോദിക്കുന്നവർക്കല്ല, അത് ചോദിക്കാൻ അറിയാത്തവർക്കും കൊടുക്കണം. കരുണ കാണിക്കേണ്ടത് നമ്മളോട് സ്നേഹപൂർവ്വം ഇടപെടുന്നവരോട് മാത്രമല്ല, പ്രത്യേകം ആരോടും കാണിക്കണം. നമ്മളോട് സ്നേഹത്തോടെ ഇടപെടാൻ കഴിയാത്തവർക്കും കാണിക്കണം. കാര്യം അവന്റെ സ്കിന്നിനകത്ത് കയറി നിന്ന് ആലോചിക്കാൻ നമുക്ക് പറ്റണം. അതാണ് വാസ്തവത്തിൽ
മറ്റുള്ളവർക്ക് കൊടുക്കാനായി ദൈവം നമുക്ക് ദയയും കരുണയും ഒഴുക്കി തന്നിരിക്കുകയാണ്. അത് അവർക്ക് കൊടുക്കണം. 103 സങ്കീർത്തനം അതിന്റെ 4 വാക്യം നമ്മൾ വായിക്കുമ്പോഴത്തേക്ക്, അവൻ നിന്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു, അവൻ ദയയും കരുണയും നിന്നെ അണിയിക്കുന്നു എന്നാണ്. ദയയും കരുണയും നിന്നെ അണിയിക്കുന്നു. രണ്ട് രീതിയിലും ഇതെടുക്കാം. അവന്റെ ദയയും കരുണയും നമുക്കവൻ തരുന്നുവെന്നും എടുക്കാം. എന്നാൽ അതിൽ ഉപരിയായിട്ട് മറ്റൊരർത്ഥത്തിൽ നമുക്ക് എടുക്കാം. എന്താണ്? അവന്റെ ദയയും കരുണയും അവൻ നമ്മളെ ഇപ്പോഴണിയിച്ചിരിക്കുകയാണ്. അണിയിച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അതെന്റെയാണെന്നാണ്, ഇല്ലേ? സോ നമുക്ക് ആവശ്യത്തിനുള്ള ദയയും കരുണയും ദൈവം കാണിക്കുക മാത്രമല്ല, ദൈവം നമ്മളെ എന്ത് ചെയ്തിരിക്കുകയാണ്? അണിയിച്ചിരിക്കുകയാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഇപ്പം നമ്മുടെ കയ്യിൽ എന്തോ ഉണ്ട്? ദയയും കരുണയും ആവശ്യത്തിനുണ്ട്. അതുകൊണ്ട് അവൻ കരുണ കാണിച്ചവർ ഇനി ദയ, കരുണ എന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കണം. അവൻ നമുക്ക് കരുണ തന്നെങ്കിൽ, ദയ കാണിച്ചെങ്കിൽ, ഇനിയിപ്പം നമ്മുടെ ജോലി എന്താണ്? മറ്റുള്ളവർക്ക് ആ ദയയും കരുണയും കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ പ്രാപിച്ച് നമുക്ക് തന്നെ വെച്ചേക്കാനല്ല, പ്രത്യുത നമ്മൾ പ്രാപിച്ചത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടിയാണ്. നമ്മള് ലൂക്കോസിന്റെ സുവിശേഷം 6 അധ്യായത്തിന്റെ 27 മുതലുള്ള വാക്യങ്ങൾ ശരിക്കും ഗിരിപ്രഭാഷണം മത്തായിയുടെ സുവിശേഷത്തിൽ കാണുന്നത് പോലെ അതിന്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ അവിടെ കാണുന്നത്. വേഴ്സ് 27 onwards when we read, എന്നാൽ കേൾക്കുന്നവരായ നിങ്ങളോട് ഞാൻ പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ. ആരെയാണ് സ്നേഹിക്കേണ്ടത്? ശത്രുക്കളെ. നിങ്ങളെ സ്നേഹിക്കുന്നവരെ അല്ല. നിങ്ങളെ പകയ്ക്കുന്നവർക്ക് ഗുണം ചെയ്യുവിൻ, നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിപ്പിൻ, നിങ്ങളെ ദുഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ, നിന്നെ ഒരു ചെകിട്ടത്തടിക്കുന്നവനെ മറ്റേതും കാണിച്ചു കൊടുപ്പിൻ, നിന്റെ പുതപ്പ് എടുത്തു കളയുന്നവന് വസ്ത്രവും തടുക്കരുത്, നിന്നോട് ചോദിക്കുന്ന ഏവനും കൊടുക്കുക, നിനക്കുള്ളത് എടുത്തു കളയുന്നവനോട് മടക്കി ചോദിക്കരുത്. മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണം എന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നത് പോലെ തന്നെ അവർക്കും ചെയ്യുവിൻ. നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് ഉപചാരം കിട്ടും? പാപികളും അങ്ങനെ തന്നെ സ്നേഹിക്കുന്നുവല്ലോ. നോക്കുക, പാപികളും സ്വാഭാവികമായി മറ്റുള്ളവർ ചെയ്യുന്ന അതേ ജോലി തന്നെ നമ്മൾ ചെയ്തത് എന്താ വലിയ അർത്ഥമെന്നാ ചോദിക്കുന്നത്. നമ്മൾ ചിന്തിക്കുന്നത് പോലെ നമ്മളൊന്നും വലിയ ദൈവസ്നേഹത്തിലൊന്നും അല്ല നമ്മളെ ഈ സ്നേഹം കാണിക്കുന്നത്. നമ്മൾ ചിന്തിക്കുന്നത് അറിയാമോ? നമ്മൾ സഭയിൽ നിന്ന് പോകുന്ന നമ്മുടെ സഭയിലുള്ളവരുമായിട്ട് നമുക്ക് ഭയങ്കര സ്നേഹമായിരിക്കും. ചിലപ്പം 10,000, 5,000, 10,000 ഒക്കെ ഒരാൾ കടം ചോദിച്ചാൽ കൊടുക്കാനുണ്ടായിരിക്കും. നമുക്ക് കൊടുക്കാനൊരു മടിയുമില്ല. ഇന്ന് തോമസ് കുട്ടിയുടെ വീട്ടിലാണ് ഊണെങ്കിൽ അടുത്ത ദിവസം ഞായറാഴ്ച തിരിച്ചു പോകുമ്പോഴത്തേക്ക് വേണമെങ്കിൽ മാത്തുക്കുട്ടിയുടെ വീട്ടിലായിരിക്കും ഊണ്. അപ്പൊ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഊണ് കൊടുക്കുന്നു. പിന്നെ പിള്ളേര് അവധിയാകുമ്പോഴത്തേക്ക് എന്റെ പിള്ളേര് മറ്റേ ജോണിയുടെ വീട്ടിൽ പോകുന്നു, ജോണിയുടെ പിള്ളേർ എന്റെ വീട്ടിൽ വരുന്നു. ഭയങ്കര സ്നേഹവും സന്തോഷവും ഒക്കെ. അപ്പൊ നമ്മൾ പറയും, ഓ എന്തൊരു ദൈവസ്നേഹം അല്ലേ? പക്ഷെ ഞാനൊരു കാര്യം പറയാം, ഈ സ്നേഹം സഭയിൽ മാത്രമൊന്നും അല്ല, ഇതൊക്കെ റോട്ടറി ക്ലബിലും ഉള്ളതാ. ഒരുപക്ഷെ ഇതിനേക്കാളും ഉണ്ട്. റോട്ടറി ക്ലബിൽ കാണുന്നതിനേക്കാളും കൂടിയ എന്തോ സ്നേഹമാണ് നമ്മളിവിടെ കാണിക്കുന്നത്. കർത്താവ് ചോദിക്കുന്ന അതാ, ഏതാ ഇത് റോട്ടറി ക്ലബ്ബുകാരനും കാണിക്കുന്നില്ല എന്നാ ചോദിക്കുന്നത്. നമ്മൾ കാണിക്കുന്ന സ്നേഹമൊക്കെ ആരും കാണിക്കുന്നുണ്ട്. പാപികളും അങ്ങനെ തന്നെ കാണിക്കുന്നുണ്ട്. പാപികൾ എന്ന് പറയുമ്പോൾ ലൗകികരായ ആളുകളും കാണിക്കുന്ന സ്നേഹം കാണിച്ചാൽ അതിനകത്തൊന്നും വലിയ ദൈവിക സ്നേഹം എന്നൊന്നും പറയാനില്ല. അതൊരു മാനുഷിക സ്നേഹമാണ്. കാര്യം എന്താണെന്നറിയാമോ? മനുഷ്യന്റെ നിലയിൽ സ്നേഹം കാണിക്കുമ്പോൾ എപ്പോഴും അതവന് മടക്കി കിട്ടണമെന്ന് അവൻ ആഗ്രഹിക്കുന്നുണ്ട്. മടക്കി കിട്ടണമെന്ന് ആഗ്രഹിച്ചൊരു കാര്യം ചെയ്യുന്നത് കരുണയല്ല, അതൊരു ബിസിനസ്സാണ്. എനിക്ക് മടക്കി കിട്ടണമെന്ന മോഹത്തോടുകൂടെ ഞാൻ ഒരാളെ സഹായിച്ചാൽ അത് കരുണയല്ല, അതിന്റെ പേര് ബിസിനസ് എന്നാണ്. പാപികളും കുറയാതെ മടക്കി കിട്ടേണ്ടതിന് നോക്ക്. അപ്പോൾ എന്റെ സ്നേഹം കരുണയായി പരിണമിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, മടക്കി കിട്ടാൻ കഴിയാത്ത നിലയിൽ അതിനുള്ള മോഹമില്ലാതെ എല്ലാം എടുത്തുകൊള്ളാൻ അനുവദിക്കുന്നിടത്താണ്. എല്ലാം എടുത്തുകൊള്ളാൻ. നിന്റെ പുതപ്പ് എടുക്കുന്നവൻ നിന്റെ വസ്ത്രവും തടുക്കരുത്. പുതപ്പെടുത്തോണ്ട് പോകുമ്പോൾ നമ്മൾ ചോദിക്കേണ്ട ചോദ്യം, മോനെ പുതപ്പ് മാത്രം മതിയോടാ, നിനക്ക് ഉടുപ്പില്ലല്ലോ, എന്റെ ഉടുപ്പോട് എടുത്തോളാൻ പറയുന്നത് ആണ് കരുണ എന്ന് പറയുന്നത്. അതാണ് ഈസി തിങ്. പക്ഷെ അത് മാത്രമേ കരുണയാകുന്നുള്ളൂ. അല്ലാതെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒരു റോങ് കൈൻഡ് ഓഫ് ചാരിറ്റി കാണിക്കുന്നതിനകത്തൊന്നുമല്ല. പലപ്പോഴും നമ്മുടെ ചാരിറ്റി എന്ന് പറയുന്നത് എക്സസിൽ നിന്നാണ് നമ്മൾ കൊടുക്കുന്നത്. പലപ്പോഴും നമ്മൾ പഴയ ഡ്രസ്സൊക്കെ ആൾക്കാർ കൊടുക്കുന്നതൊക്കെ അതൊന്ന് വലിയൊരു കാര്യമാണ്. എന്നോട് എപ്പോഴും ആൾക്കാർ ചോദിക്കും, പഴയ തുണി വേണോ, പഴയ തുണി വേണോ എന്ന്. പഴയ തുണി കൊടുക്കുന്ന എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുതിയതെല്ലാം കൂടെ വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ അടുക്കാൻ സ്ഥലമില്ലല്ലോ.
അപ്പൊ പിന്നെ എന്തുവാ, ഇതൊന്ന് ഒഴിഞ്ഞു കിട്ടിയിട്ട് വേണം എന്തുവാ പുതിയതായിട്ട് വാങ്ങിച്ചതൊക്കെ ഒന്ന് ഇടാനായിട്ട്. അതിനായി പഴയതൊക്കെ കളയുന്നു, അല്ലാതെ എന്തോന്ന്. അപ്പൊ പഴയത് കൊടുക്കുമ്പോൾ വാസ്തവത്തിൽ somebody said, when you give away from your excess, you are not helping that person, but that person is helping you to solve your storage problem. നിങ്ങളുടെ സ്റ്റോറേജ് പ്രോബ്ലം കുറയ്ക്കാനായിട്ട് അയാൾ നിങ്ങളെ സഹായിക്കുക. അല്ലെങ്കിൽ ഇതെവിടെ കൊണ്ട് കളയും. നിങ്ങളൊരു നല്ല ബിരിയാണി വെച്ചു, നിങ്ങളുടെ കൂട്ടുകാര് 10-15 പേര് വരുമെന്ന് പറഞ്ഞു, പക്ഷെ അവരാരും വന്നില്ല. അന്നേരമാണ് ഒരു ഭിക്ഷക്കാരൻ വരുന്നത്. അവൻ ഇഷ്ടം പോലെ ചിക്കൻ പീസസും എല്ലാം ഇട്ടോണ്ട് നല്ലൊരു ബിരിയാണി കൊടുത്തിട്ട് പാവം തിന്നട്ടെ എന്ന് നമ്മൾ പറയും. ഓർക്കണം, ഇവൻ വന്നില്ലായിരുന്നെങ്കിൽ ഇത് എവിടെ കൊണ്ട് കളഞ്ഞേനെ വന്നു. അപ്പൊ എവിടെങ്കിലും കൊണ്ട് കളയാൻ കൊള്ളാവുന്നത് ഒരാൾക്ക് കൊടുത്തേച്ച് അത് കരുണയാണെന്നോ അത് ദയയാണെന്നോ പറയുന്നത് വാസ്തവം പറഞ്ഞാൽ ദൈവം തന്നെ ക്ഷമിക്കുമോ എന്ന് സംശയമുള്ള പാപമാണ്. അതൊന്നും കരുണയൊന്നുമല്ല. അതിനകത്ത് യാതൊരു മാഹാത്മ്യമില്ല. നമ്മുടെ എക്സസിൽ നിന്ന് മറ്റുള്ളവർക്ക് എന്തെങ്കിലും കൊടുക്കുന്നത് കൊണ്ട് യാതൊരു മാഹാത്മ്യമില്ല. പക്ഷെ കൊടുത്തേച്ച് ഏറ്റവും കുറഞ്ഞത് ഞാൻ ഏതാണ്ട് ത്യാഗം ചെയ്തെന്ന് ആരും പറഞ്ഞേക്കരുത്. അതിനകത്ത് ത്യാഗമൊന്നുമില്ല. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് മറ്റുള്ള കേൾക്കുന്നവരായി നിങ്ങളോട് ഞാൻ പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ പകയ്ക്കുന്നവർക്ക് ഗുണം ചെയ്യുവീൻ, നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിപ്പീൻ, നിങ്ങളെ ദുഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ, നിങ്ങളുടെ പുതപ്പെടുക്കുന്നവന് നിങ്ങളുടെ വസ്ത്രവും കൊടുപ്പീൻ, നിനക്ക് തിരികെ കിട്ടുമെന്ന് മോഹിക്കാതെ നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുപ്പീൻ. തിരികെ കിട്ടുമെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാല് കടം കൊടുക്കുന്നത് മാത്രമല്ല അവിടുത്തെ കാര്യം പറയുന്നത്. കടം കൊടുക്കുന്നതിന്റെ കാര്യം മാത്രമല്ല, കടം കൊടുക്കുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം, പക്ഷെ കടമല്ല അവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്. അതായത് ഇന്ന് ഞാൻ ഒരാളെ സഹായിച്ചാൽ, ഇന്ന് ഞാൻ നിങ്ങളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു ഉപകാരം ചെയ്താൽ, നാളെ എനിക്കും കൂടെ ഉപകാരം ചെയ്യാൻ കഴിവുള്ള ആളെ നോക്കിപ്പിടിച്ച് ഉപകാരം ചെയ്യുന്നത് ദൈവസന്നിധിയിൽ കാരുണ്യമല്ല എന്നാണ് പറയുന്നത്. അതിനകത്ത് കരുണയുടെ വാക്കുകളെ അല്ലെങ്കിൽ കരുണ എന്ന് പറയാനായിട്ട് നമുക്ക് യാതൊരു അവകാശവും ഇല്ല. 32-ാമത്തെ വാക്യത്തിൽ, നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്തുപചാരം, പാപികളും അങ്ങനെ തങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നുവല്ലോ. നിങ്ങൾക്ക് നന്മ ചെയ്യുന്നവർക്ക് നന്മ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ഉപചാരം കിട്ടും, പാപികളും അങ്ങനെ തന്നെ ചെയ്യുന്നുവല്ലോ. മടക്കി വാങ്ങിക്കൊള്ളാമെന്ന് നിങ്ങൾ ആശിക്കുന്നവർക്ക് കടം കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, പാപികളും കുറയാതെ മടക്കി വാങ്ങേണ്ടതിന് പാപികൾക്ക് കടം കൊടുക്കുന്നുവല്ലോ. നിങ്ങളോ ശത്രുക്കളെ സ്നേഹിപ്പിൻ. സ്നേഹിക്കാൻ കൊള്ളാവുന്നതിനെ അല്ല സ്നേഹിക്കേണ്ടത്, അൺലവബിൾ ആയിട്ടുള്ളതിനെ സ്നേഹിക്കണം. ഒരിക്കലും സ്നേഹിക്കാൻ കൊള്ളാത്തതിനെ സ്നേഹിക്കണം. ദൈവം വാസ്തവത്തിൽ നമ്മളെ സ്നേഹം പഠിപ്പിക്കുന്നത് സ്നേഹിക്കാൻ കൊള്ളാവുന്ന 10 പേരുടെ കൂട്ടത്തിൽ നമ്മളെ ഇട്ടിട്ടല്ല. ഒരിക്കലും സ്നേഹിക്കാൻ കൊള്ളാത്ത 10 പേരുടെ ഇടയ്ക്ക് നമ്മളെ കൊണ്ടിട്ടിട്ടാണ് നമ്മളെ ദൈവം സ്നേഹം പഠിപ്പിക്കുന്നത്. ദൈവം നമ്മളെ സൗമ്യത പഠിപ്പിക്കുന്നത് വളരെ പാവങ്ങളായ 2 പിള്ളേരെ തന്നിട്ടല്ല, ഭൂലോകം കീഴ്മേൽ മടയ്ക്കുന്ന 2 എണ്ണത്തിനെ തന്നിട്ടാണ് കർത്താവ് നമ്മളെ എന്ത് ചെയ്യുന്നത്, സഹിഷ്ണുതയും ഒക്കെ പഠിപ്പിക്കുന്നത്. ഇല്ലേ നമ്മളങ്ങനെ പഠിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ചുറ്റും ദൈവം നമുക്ക് വലിയ അവസരം തന്നിരിക്കുകയാണ്. സ്നേഹം പ്രാക്ടീസ് ചെയ്യാനായിട്ട്. സ്നേഹിക്കാൻ കൊള്ളാത്തത്, നമ്മളെ ചീത്ത വിളിക്കുന്ന ആളുകളെ കൂടെ കൊണ്ടിട്ടിരിക്കുക. എന്തിനു വേണ്ടിയാ? സ്നേഹം പഠിക്കാനായിട്ട്. ഇനി താഴോട്ട് വായിക്കുമ്പോൾ അതിനേക്കാളും രസകരമായിട്ട് എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയാമോ? അവിടെ എഴുതിയിരിക്കുന്നത്, നിങ്ങളോ ശത്രുക്കളെ സ്നേഹിപ്പീൻ, അവർക്ക് നന്മ ചെയ്യുവീൻ, ഒന്നും പകരമിച്ഛിക്കാതെ കടം കൊടുപ്പീൻ, എന്നാൽ നിങ്ങളുടെ പ്രതിഫലം വളരെയാകും, നിങ്ങൾ അത്യുന്നതന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടും. ഈ ഭാഗത്തെക്കുറിച്ച് വീണ്ടും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇവിടെ ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, എന്നാൽ നിങ്ങൾ അത്യുന്നതന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടും. എന്ത് ചെയ്താലാണ്? എക്സസിൽ നിന്ന് കൊടുക്കുമ്പോഴല്ല, ശത്രുക്കളെ സ്നേഹിക്കുമ്പോൾ. കരുണ കാണിക്കാൻ കഴിയാത്ത നിലയിൽ നമ്മളോട് വിരോധമായി ഇടപെടുന്നവരോട്, നമ്മളെ ശപിക്കുന്നവരോട്, നമുക്കെതിരെ കഥകൾ പറയുന്നവരോട്, നമ്മളെ ഉപദ്രവിക്കുന്നവരോട്, നമ്മളെ ചീത്ത വിളിക്കുന്നവരോട്, അവരോട് സ്നേഹം കാണിക്കുമ്പോൾ എന്തുകൊണ്ടാണെന്നറിയാമോ? അതിന്റെ താഴെ പറയുന്ന വാക്ക് അതാണ്. എന്നാൽ നിങ്ങൾ അത്യുന്നതന്റെ മക്കളാകും, അവൻ നന്ദി കെട്ടവരോടും ദുഷ്ടന്മാരോടും ദയാലുവല്ലോ. നോക്ക്, അതാണ് പ്രത്യേകത. ദൈവത്തിന്റെ പ്രത്യേകത എന്താണ്? ദൈവം നന്ദി കെട്ടവരോടും ദുഷ്ടന്മാരോടും ദയാലുവല്ലോ. നമ്മൾ ആരോടാണ് നമ്മൾ ആരോടാണ് ദയാലുവാകേണ്ടത്? ആരോടാണ് നമ്മൾ കാരുണ്യം കാണിക്കേണ്ടത്? ആരോടാണെന്ന് പറഞ്ഞിരിക്കുന്നത്? ആരോടാ? നന്ദി കെട്ടവരോട്. അല്പം പ്രയാസമുള്ള കാര്യമാണ്.
പലപ്പോഴും നമ്മൾ പലപ്പോഴും ഞാൻ ഉൾപ്പെടെ പറയുകയും കേൾക്കുകയും ചെയ്തിട്ടുള്ളൂ, പറഞ്ഞു കേട്ടിട്ടുള്ള മിക്കവാറും കേൾക്കുന്ന ഒരു കാര്യമാണ്, എന്റെ ബ്രദറെ എത്ര കൊടുത്തിട്ട് ഒരു കാര്യമില്ല, നന്ദിയില്ലാത്ത വർഗമാകട്ടോ, നന്ദി കാണിക്കത്തില്ല. അതിന്റെ അർത്ഥം എന്തുവാ? നമ്മൾ എന്ത് പ്രതീക്ഷിക്കുന്നുണ്ട്? കൊടുക്കുമ്പോഴെല്ലാം തിരിച്ചു കിട്ടിയില്ലെങ്കിലും വേണ്ടുകയില്ല, എന്താ വേണം? നന്ദി കാണിക്കണമെന്ന്. പക്ഷേ ദൈവത്തിന്റെ പ്രത്യേകത അവിടെ പറയുന്നത് എന്താണ്? അവൻ നന്ദി കെട്ടവരോടും ദുഷ്ടന്മാരോടും ദയാലുവല്ലോ, അപ്പോഴാണ് നിങ്ങൾ അത്യുന്നതന്റെ മക്കളാകുന്നത്. അങ്ങനെ നന്ദി കെട്ടവരോടും ദുഷ്ടന്മാരോടും ദയാലുവാകുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അത്യുന്നതന്റെ പുത്രന്മാര് ആകുവാൻ കഴിയത്തുള്ളൂ. ആൻഡ് യുവർ റിവാർഡ് വിൽ ബി ഗ്രേറ്റ്, യു വിൽ ബി സൺസ് ഓഫ് ദ മോസ്റ്റ് ഹൈ, ഫോർ ഹി ഈസ് കൈൻഡ് ടു ദി അൺഗ്രേറ്റ്ഫുൾ ആൻഡ് ദ സെൽഫിഷ്. നന്ദി കെട്ടവരോടും ദുഷ്ടന്മാരോടും എന്നുള്ള വാക്ക് RSV ഉപയോഗിച്ചിരിക്കുന്നത് സെൽഫിഷ് ആയിട്ടുള്ള ആളുകളോട്. നമുക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് എന്ത്? സെൽഫിഷ്നെസ് എന്ന് പറയുന്നത്. നമ്മളൊക്കെ പറയും അവൻ എങ്ങനെങ്കിലും അവന് കാര്യം സാധിക്കണമെന്നല്ലാതെ, കണ്ടോ, അവന്റെ കാര്യം സാധിച്ചതിന് ശേഷം അവൻ തിരിഞ്ഞു നോക്കത്തില്ല, കണ്ടോ, നമ്മളെപ്പോഴും പറയുന്ന കാര്യമാണ്. പക്ഷേ കർത്താവ് എന്ത് ചെയ്യുന്നു? അവന്റെ കാര്യം സാധിക്കുന്നതിന് നമ്മളൊക്കെ അങ്ങനെ ഒരു കണക്കിന് പറഞ്ഞാൽ നമ്മളും ഇങ്ങനെ അല്ലയോ? നമ്മൾ കാര്യം സാധിക്കാൻ വേണ്ടി കർത്താവിന്റെ അടുത്ത് വന്നിട്ട് പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെന്തിനായി മറ്റുള്ളവരെ കുറിച്ചൊക്കെ ഇത്ര വലിയ കുറ്റം പറയുന്നു?